الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ഖുർആൻ പഠനവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഖുർആനിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനും ഖുർആനിൻ്റെ ആയത്തുകൾ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളാക്കുവാനും ഖുർആനിൻ്റെ ആളുകളായിട്ട് ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല വലിയ പണ്ഡിതനാണ്. 4 മദ്ഹബുകളുടെ ഇമാംമാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഇമാമുസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല അറിയപ്പെടുന്നത്. അവരൊന്നും പണ്ഡിതന്മാരായത്, അറിവുകൾ ശേഖരിച്ചത്, വാരിക്കൂട്ടിയത് വെറുതെ അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ അല്ല. ഇൽമ് എന്നത് വെറുതെ കിട്ടൂല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല 5 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 തവണ ഹജ്ജ് ചെയ്തത് ഹജ്ജിന് വരുന്ന ഉലമാക്കളെ കാണാനാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് ആളുകൾ എത്തുമല്ലോ, ആ കൂട്ടത്തിലുള്ള ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ കാണാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല 3 തവണ ഹജ്ജിന് പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലൊരു തവണ യാത്ര ചെയ്യുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആലയുടെ കയ്യിലുണ്ടായിരുന്നത് 30 ദിർഹമുകളാണ്. 30 ദിർഹമുകൾ, ദീനാറല്ല, ദീനാറിൻ്റെയും താഴെയാണ് ദിർഹം. വില കുറവാണ്, മൂല്യം കുറവാണ്. അപ്പോൾ 30 ദിർഹമ് കൊണ്ട് മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ യാത്രയിൽ എത്രത്തോളം അദ്ദേഹം സഹിച്ചിട്ടുണ്ടാകും, എന്തൊക്കെ കുറവുകൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അത്രക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇൽമിന് വേണ്ടി യാത്ര ചെയ്തതും ഇൽമ് വാരിക്കൂട്ടാൻ ഓടി നടന്നതുമൊക്കെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പഠിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലേ, പണിയെടുത്താലേ നമുക്കും ഇൽമ് കിട്ടുകയുള്ളൂ, അറിവ് കിട്ടുകയുള്ളൂ. അറിവ് എന്നത് കഷ്ടപ്പെടാതെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങി സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി പോലും വിയർപ്പ് പൊടിയാതെ ഉറക്കമൊഴിക്കാതെ കിട്ടുന്ന ഒന്നല്ല. അതുകൊണ്ട് കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ നമ്മൾ സന്നദ്ധരാകണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തവണ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സൂറത്തുർ റഹ്മാനാണ്. ഖുർആനിലെ 55-ാമത്തെ അധ്യായം. ഒരു ആമുഖമെന്ന നിലക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മളതിൻ്റെ തഫ്സീറിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം നമുക്ക് ആദ്യ വചനങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان. ഒന്നുകൂടി ശ്രദ്ധിക്കുക. الرحمن علم القرآن خلق الإنسان. സൂറത്തുർ റഹ്മാനിലെ ആദ്യത്തെ 3 വചനങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന ഒരേ ഒരു അദ്ധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ആരംഭിക്കുന്ന വേറൊരു സൂറത്തും ഖുർആനിലില്ല.
അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. എല്ലാ പേരുകളും അൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകളാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളാണ്. മോശമായ ഒരു പേരും അള്ളാഹുവിനില്ല. അള്ളാഹുവിൻ്റെ പേരുകൾ അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അതിൻ്റെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ പേരുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പേരുകളിലൊന്നാണ് അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്ന പേര് അള്ളാഹുവിൻ്റെ മാത്രം പേരാണ്. ഒരടിമയെയും അള്ളാഹു അർ-റഹ്മാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ചില പേരുകളൊക്കെ സൃഷ്ടികളുടെ വിശേഷണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പ്രയോഗിച്ചതാണ് റഊഫുൻ റഹീം. റഹീം എന്നും റഊഫ് എന്നും ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ആ രണ്ട് വിശേഷണങ്ങൾ നബിയെ പറ്റിയിട്ട് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റഹ്മാൻ എന്ന പേര് ഒരു സൃഷ്ടിക്കും അള്ളാഹു വെച്ചു കൊടുത്തിട്ടില്ല. ഇനി സൃഷ്ടികൾ തന്നെ അള്ളാഹുവിൻ്റെ പേരുകൾ ഉപയോഗിക്കുമ്പോൾ അത് പരിപൂർണമായ നിലക്കല്ല. അള്ളാഹുവിന് ആ പേര് വെക്കുമ്പോൾ അത് ഏറ്റവും പരിപൂർണമായ നിലക്കാണ്. അതിൽ പോരായ്മകളില്ല, ന്യൂനതകളില്ല. എന്നാൽ സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേര് കൊണ്ട് വിളിക്കുമ്പോൾ അത് സൃഷ്ടികളുടേതായ പരിധികളും പരിമിതികളും പരിഗണിച്ചുകൊണ്ടാണ് പ്രയോഗിക്കുന്നത്. അർ-റഹ്മാൻ എന്ന പേര് ഫഅലാൻ വസ്നാൻ, ഫഅലാൻ. അപ്പോൾ അർ-റഹ്മാൻ എന്ന് പറയുമ്പോൾ വിശാലമായ റഹ്മത്തുള്ളവൻ എന്ന അർത്ഥമാണ് കിട്ടുക. ധാരാളം, വിശാലം എന്ന അർത്ഥവും ഒക്കെ വരാനാണ് ഫഅലാൻ വസ്നിൽ ഒരു പേര് വരുന്നത്. അപ്പോൾ റഹ്മാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൂ റഹ്മത്തിൻ വാസിഅ, വിശാലമായ കാരുണ്യമുള്ളവൻ. എല്ലാത്തിലും ആ റഹ്മത്ത് പരന്നു കിടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ആഴവും വിശാലതയും നമുക്ക് ബോധ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ. അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ 100 ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട്. ഫഅംസക ഇൻദഹു 99 ജുസ്അ. എന്നിട്ട് ആ 100 ഭാഗങ്ങളിൽ 99 ഭാഗവും അള്ളാഹു അവൻ്റെ അടുക്കൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. വഅൻസല ഫിൽ അർദി ജുസ്അൻ വാഹിദ. ഈ ഭൂമിയിലേക്ക് അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുകൾ നമ്മൾ ശരിക്ക് മനസ്സ് തുറന്ന് കേൾക്കണം. ഫമിൻ ദാലിക്കൽ ജുസ്ഇ തതറാഹമുൽ ഖൽഖു. ആ ഒരു ഭാഗത്ത് നിന്നാണ്, അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ റഹ്മത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് മുഴുവൻ സൃഷ്ടികളും കാരുണ്യം കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഉമ്മാക്ക് മകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമെത്രയാണ്, മകളോടുള്ള സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അളവെത്രയാണ്. അത് അളന്നു നോക്കാൻ കഴിയുമോ? ഒരു ശാസ്ത്രജ്ഞനും ഉമ്മയുടെ സ്നേഹത്തിൻ്റെ അളവെടുക്കാൻ പറ്റിയ ഒരു ഉപകരണവും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരുണ്യക്കടലാണ് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. ലോകത്ത് എത്ര ഉപ്പമാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട്. അവരൊക്കെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം എത്രയാണ്. ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഇങ്ങോട്ട് എത്ര ഉപ്പമാരും എത്ര ഉമ്മമാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ മക്കളോട് കാണിച്ച കാരുണ്യം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരംശത്തിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. ആകാശത്ത് പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി നിർത്തും. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് കാണിക്കുന്ന റഹ്മത്താണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയുടെ സ്നേഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെപ്പറ്റി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരു യുദ്ധം കഴിഞ്ഞ് ഇരിക്കുകയാണ്. യുദ്ധത്തിലെ തടവുകാരുണ്ട്. ആ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. അവരവരുടെ മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞിനെ തിരയുകയാണ്. അങ്ങനെ അവർക്ക് അവരുടെ കുഞ്ഞിനെ കിട്ടി. അവർ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് ആ കുഞ്ഞിനെ പാലൂട്ടുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ജീവിതയാത്രയിൽ കാണുന്ന കാഴ്ചകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട സ്വഹാബിമാരെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, അതറൗന ഹാദിഹി താരിഹതൻ വലദഹാ ഫിന്നാർ. സ്വഹാബ, ആ സ്ത്രീ അവരുടെ കുഞ്ഞിനെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ മറുപടി, ലാ വല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലേ, അതൊരിക്കലും ചെയ്യൂലല്ലോ. ഒരു ഉമ്മ ഒരിക്കലും ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹാ. സ്വഹാബ, ആ സ്ത്രീക്ക്, ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോട് എത്ര സ്നേഹമുണ്ടോ, എത്ര കാരുണ്യമുണ്ടോ, അതിനേക്കാളും നിങ്ങളോട് കാരുണ്യമുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. സുബ്ഹാനല്ലാഹ്. ഉമ്മയുടെ കാരുണ്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ. ഒരു പെണ്ണിൻ്റെ ഗർഭാവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരാൻ തുടങ്ങുന്നത് മുതൽ അവരനുഭവിക്കുന്ന എന്തൊക്കെ ത്യാഗങ്ങളുണ്ട്. ഒരു നല്ല ഭക്ഷണം രുചിയോടുകൂടി കഴിക്കാൻ കഴിയുമോ? ശരിക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? തിരിയാനും മറിയാനും പറ്റുമോ? നടക്കാനും ഇരിക്കാനും കഴിയുമോ? എന്തൊക്കെയാണ് ഒരു ഗർഭകാലത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്നത്. അവരുടെ വേദനയും ഞെരുക്കവുമൊക്കെ നമ്മളും കണ്ടതല്ലേ. പക്ഷേ ആ ഉമ്മ ഒരിക്കലും ആ കുഞ്ഞിനെ വെറുക്കുന്നില്ല. ആ കുഞ്ഞിനോട് ആ ഉമ്മാക്ക് ദേഷ്യം തോന്നുന്നില്ല. പ്രസവിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയൂല. അതൊരു ഉമ്മയുടെ കാരുണ്യമാണ്, ഒരു ഉമ്മയുടെ സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹാ. ഒരു ഉമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ, ഒരു ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും എത്രയോ അധികം നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. ആ കാരുണ്യം തിരിച്ചറിയാനും നമ്മുടെ റബ്ബിലേക്ക് അടുക്കുവാനും അവനെ സ്നേഹിക്കുവാനും അവൻ്റെ നല്ല അടിമകളാകുവാനും നമ്മളെപ്പോഴെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ ആ റഹ്മത്തിൻ്റെ ആഴം നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ തിരിച്ചറിയാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖൽ ഖൽഖ്. അള്ളാഹു സൃഷ്ടികളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഒരു കിതാബുണ്ട്. എന്താണ് ആ കിതാബിലുള്ളത്? ഇന്ന റഹ്മതി സബഖത് ഗദബി. എൻ്റെ റഹ്മത്ത്, എൻ്റെ കാരുണ്യം, അത് എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. ഫഹുവ മക്തൂബുൻ ഇൻദഹു ഫൗകൽ അർഷി. അത് അർഷിൻ്റെ മുകളിൽ അള്ളാഹു എഴുതി വച്ച എഴുത്താൻ. ഇന്ന റഹ്മതി സബഖത് ഗദബി. എൻ്റെ കോപത്തെ എൻ്റെ റഹ്മത്ത് അതിജയിച്ചിരിക്കുന്നു. അള്ളാഹു കോപിക്കുന്നവനാണ്. ഗദബ് എന്നത് അള്ളാഹുവിൻ്റെ സിഫത്താൻ. അള്ളാഹു കോപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അള്ളാഹു കോപിക്കും. സൃഷ്ടികൾ കോപിക്കുന്നത് പോലെയല്ല. റഹ്മത്തും അള്ളാഹുവിൻ്റെ സിഫത്താൻ. അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ അവൻക്ക് അനുയോജ്യമായ രീതിയിലാണ്. അത് നമ്മൾ സൃഷ്ടികളോട് താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗദബ് എന്ന സിഫത്തിനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന സിഫത്ത് വിശേഷണം മുൻകടന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന പേരിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. സൂറത്തുൽ ഇസ്രായിലെ 110 ആയത്ത് നോക്കുക. അവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? കുലി ദുഉല്ലാഹ അവി ദുഉർ റഹ്മാൻ. നിങ്ങൾ അള്ളാഹു എന്നോ റഹ്മാൻ എന്നോ വിളിക്കുക. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ എന്ത് വിളിച്ചാലും അള്ളാഹുവിന് ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള പേരുകളൊന്നും പറയാതെ അള്ളാഹു പറഞ്ഞ 2 പേരുകളാണ് കുലി ദുഉല്ലാഹ അവി ദുഉർ റഹ്മാൻ. അള്ളാഹു അർ റഹ്മാൻ എന്ന 2 പേരുകൾ. അത് ആ റഹ്മാൻ എന്ന പേരിൻ്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്.
അള്ളാഹു എന്ന പേരിൻ്റെ ശ്രേഷ്ഠതയെയാണ് അറിയിക്കുന്നത്. അള്ളാഹു എന്ന പേര് അസ്ലുൽ അസ്മാ ആണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ അടിസ്ഥാനമാണ്. കാരണം നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, അസ്മാ ഉല്ലാ എന്നല്ലേ പറയാറുള്ളത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. റഹീമിൻ്റെ നാമങ്ങൾ, റഹ്മാനിൻ്റെ നാമങ്ങൾ എന്നല്ല നമ്മൾ പറയാറുള്ളത്. അസ്മാ ഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ. അപ്പോൾ അള്ളാഹു എന്നത് അടിസ്ഥാനമാണ്, അത് അസ്ലുൽ അസ്മാ ആണ്, പേരുകളുടെ അടിസ്ഥാനമാണ്. അപ്പോൾ അള്ളാഹു എന്ന പേരിൻ്റെയും റഹ്മാൻ എന്ന പേരിൻ്റെയും ഒക്കെ ശ്രേഷ്ഠതയാണ് സൂറത്തുൽ ഇസ്രായിലെ 110 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ എന്ന പേരാണ്. അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന പേരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ പേരുകളാണ് അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമ, അർ റഹ്മാനിൻ്റെ അടിമ. അപ്പോൾ ഇതും അർ റഹ്മാൻ എന്ന പേരിൻ്റെ ശ്രേഷ്ഠതയാണ്. മാത്രമല്ല, ഖുർആനിൽ പലയിടത്തും അള്ളാഹുവിൻ്റെ അർശിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. ആ അർശിനെ പറ്റിയുള്ള പരാമർശമുള്ളിടത്ത് അള്ളാഹു ചേർത്തി പറഞ്ഞ പേരാണ് അർ റഹ്മാൻ എന്ന പേര്. ഇനി നമ്മൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് പറയുന്നിടത്തും റഹ്മത്ത് എന്ന പ്രയോഗം അള്ളാഹു നടത്തിയിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സൂറത്തുൽ അംബിയായിലെ 107 വചനമാണത്. നബിയെ മനുഷ്യരിലേക്ക് അയച്ചത്, ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് റഹ്മത്തായിട്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനെ പറ്റി പറഞ്ഞിടത്തും റഹ്മത്ത് എന്ന പ്രയോഗം അള്ളാഹു നടത്തിയിട്ടുണ്ട്. സൂറത്തു ഇസ്രായിലെ 82 ആയത്ത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്ക് ഈ ഖുർആൻ അത് ഷിഫാ ആണ്, ശമനമാണ്, റഹ്മത്താൻ, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈ സൂറത്ത് അർ റഹ്മാൻ എന്ന പേരുകൊണ്ട് തുടങ്ങാൻ കാരണം ശേഷം അള്ളാഹു പ്രതിപാദിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും നിഅമത്തിനെയും അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് അർ റഹ്മാൻ എന്ന പേരുകൊണ്ട് ഈ അദ്ധ്യായം അള്ളാഹു തുടങ്ങിയിട്ടുള്ളത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ എല്ലാവരും അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്നുണ്ട്, എല്ലാവരും. ഇപ്പം നിങ്ങൾ നോക്കി, സൂര്യൻ, ചന്ദ്രൻ അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലേ? മഴ, വെള്ളം അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലേ? ഇതൊക്കെ ആരാണ് അനുഭവിക്കുന്നത്? അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന അവൻ്റെ നല്ല അടിമകൾ മാത്രമാണോ? ഒരിക്കലുമല്ല. ഈമാനുള്ളവർ മാത്രമാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിനെ പരിഹസിക്കുകയും കളിയാക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നില്ലേ? അവരൊക്കെ ഇത് അനുഭവിക്കുന്നില്ലേ? ഒരു ഉദാഹരണത്തിന് സൂറത്തുൻ നബയിലെ തുടക്ക ഭാഗത്ത് അള്ളാഹു പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അലം നജഅലിൽ അർദ മിഹാദ, ഭൂമിയെ നാം നിങ്ങൾക്ക് ഒരു വിരിപ്പ് പോലെ ആക്കി തന്നില്ലേ, വാസയോഗ്യമാക്കി തന്നില്ലേ. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കി തന്നില്ലേ. വഖലഖനാകും അസ്വാജ, അല്ലെ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു അവൻ. വജഅൽനാ നൗമക്കും സുബാത, ഉറക്കിനെ മനുഷ്യർക്കുള്ള വിശ്രമ സമയമാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ ഒരു വസ്ത്രമാക്കി തന്നിരിക്കുന്നു. വജഅൽനൻ നഹാറ മആശ, ഉപജീവനം തേടാനുള്ള സമയമായി പകലിനെ അള്ളാഹു കണക്കാക്കിയിരിക്കുന്നു. വബനൈന ഫൗഖക്കും സബ്അൻ ഷിദാദ, നമുക്ക് മീതെ 7 ശക്തമായ ആകാശങ്ങൾ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു. വജഅൽന സിറാജൻ വഹാജ, കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക്, സൂര്യൻ, അത് അള്ളാഹു സൃഷ്ടിച്ചതാണ് മനുഷ്യർക്ക് വേണ്ടി. വഅൻസൽന മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നു. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, ആ വെള്ളം കൊണ്ട് ധാന്യവും സസ്യവും വെളിക്കു വരുത്തുവാൻ വേണ്ടി. വജന്നാത്തിൻ അൽഫാഫ, ഇടതിങ്ങിയ തോട്ടങ്ങളും
ആ വെള്ളം കൊണ്ട് അള്ളാഹു ഒരുക്കി തരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമാണോ അള്ളാഹുവിൻ്റെ നിഅമത്ത്? ഇത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ ചിലതു മാത്രമാണ്. ഇങ്ങനെ എത്ര 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 അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുമോ? ഇതൊക്കെ അനുഭവിക്കുന്നവരാരാണ്? മുഴുവൻ മനുഷ്യരുമാണ്. ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ആഖിറത്തിൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസിലില്ലേ, അള്ളാഹുവിൻ്റെ അടുക്കൽ 99 ഭാഗവും പിടിച്ചു വച്ചിരിക്കുകയാണ്. 100 ഭാഗങ്ങളാക്കി റഹ്മത്തിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു ഭാഗം മാത്രമാണ് അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും അള്ളാഹുവിൻ്റെ അടുക്കൽ ആഖിറത്തിലാണുള്ളത്. അത് സ്വർഗത്തിലാണ് അനുഭവിക്കാൻ കഴിയുക. അത് ഈമാനുള്ളവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ അവൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.